താമര വിരിയണം. മോഡി സാർ വന്നാലേ ഇവിടെ ജനങ്ങൾക്ക് നല്ലത് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ അന്ന് 47 വെള്ളക്കാർ ഭരിച്ചു, ഇന്ന് കൊള്ളക്കാർ ഭരിക്കണോ കേരളത്തിൽ? പിന്നെ ഈ കൊള്ളക്കാരെ പാവപ്പെട്ട ജനങ്ങൾക്ക് മോഡി സാറാണ് 83 കോടി ജനങ്ങൾക്ക് അരി സപ്ലൈ ചെയ്യണത്. അതിൽ 35 കൊല്ലം മഞ്ഞക്കാടുകാർക്ക് കിട്ടും. അതിൽ 20 കൊടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ 15. ബാക്കിയൊക്കെ ഇവിടെ അടിച്ചു മാറ്റണോ? 110 താമര പാലക്കാട് ജില്ലയിൽ പിന്നെ വിരിയണം. കാരണം ലോക നേതാവല്ലേ മോദിജി. കാരണം അത്രയും വിഷണറിയുള്ള ഒരു നേതാവ് ഇന്ത്യയിലില്ലല്ലോ. മോഡിയെ കണ്ട് കേരളത്തിലെ നല്ല ആവേശമാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്. കേരളത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ഇടത് വലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് NDA സ്ഥാനാർത്ഥികൾ അതിഗംഭീരമായിട്ട് 6 സീറ്റ് കേരളത്തിൽ പിടിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും വരും. താമര തീർച്ചയായിട്ടും വരും. കാരണം കൃഷ്ണകുമാർ ജനഹൃദയത്തിൽ ഇരിക്കുന്നതാണ്. പിന്നെ NDA സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. അനാഥ നമ്മുടെ സംസ്ഥാനത്തിലെ കടം 4,25,000 കോടി രൂപയാണ്. അതായത് ഒരു ജനിച്ച് വീഴുന്ന കുട്ടിയുടെ മേലെയും 1.5 ലക്ഷം രൂപയാണ് കടം. ഈ സംസ്ഥാനം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഈ ജനങ്ങൾ മനസ്സിലാക്കി മോദിയെ ജയിപ്പിച്ചിരിക്കും. ഇതൊരു തുടക്കം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് തീർച്ചയായും ഉറപ്പാണ് പാലക്കാട് വിജയം ഉണ്ടാവും. ബോലോ ഭാരത് മാതാ കി. പാലക്കാടല്ല സുഹൃത്തെ, ഞാൻ പറയട്ടെ, കേരളത്തിലെ 5 പാർലമെന്റ് മണ്ഡലത്തില് താമര വിരിഞ്ഞിരിക്കും. മോദിജിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അങ്ങേർക്ക് നല്ല ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഇന്ത്യ നല്ല ഭാവിയിലെത്തിക്കാൻ മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അത് എല്ലാം കൊണ്ടും നമുക്ക് അനുയോജ്യമായൊരു പ്രധാനമന്ത്രിയാണ്. പിണറായി ലുക്ക് ആരാ പറഞ്ഞു? പിണറായി ലുക്ക് മോദിജി ഇവിടെ വന്നിട്ട് പൂ എറിഞ്ഞു. പിണറായി ഇവന് ചെരുപ്പ് കൊണ്ടെറിയും ആൾക്കാര്. അത്രയ്ക്കുള്ള റോമാഞ്ചാണ് മോദിജി ഇവിടെ വന്ന ശേഷം. ആരാ പറഞ്ഞു പിണറായി? ഇത്തവണ പാലക്കാട് പാട്ട് കേട്ടിട്ടൊന്നും ആരും ഇവിടെ വരണ്ട, നാണം കെട്ട് പോകും. കിട്ടുന്ന 7 മാസം കിട്ടിയില്ലല്ലോ, 7 മാസം കൊടുത്തില്ലല്ലോ, കട്ടല്ലോ 7 മാസത്തെ പെൻഷൻ കട്ടല്ലോ. അതൊക്കെ കള്ള പെൻഷൻ അല്ലേ? എന്തിട്ടാ പെൻഷൻ പറയുന്നില്ലേ? പെൻഷൻ ആരാ കൊടുത്തത്? മറ്റേ CPM കൊടുത്താണ്. അല്ലാലോ 10 കൊല്ലം ഭരിച്ചു, ജനങ്ങളും മറ്റേ നശിപ്പിച്ചു. ഇനി കേരളത്തിലെ അഴിമതിക്കെതിരെയുള്ള വലിയൊരു ജനവികാരമാണ് ഈ മോദിയുടെ ഇത്രയും വലിയ ജനസഞ്ചയം. ഇത് വലിയ വിജയം തന്നെയാണ്. പാലക്കാടിനെ സംബന്ധിച്ചോളം കൃഷ്ണകുമാർ ഏട്ടൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ പാലക്കാടിലെ ജനങ്ങൾ കൃഷ്ണകുമാർ ഏട്ടനെ ജയിപ്പിക്കും. വലിയ മാറ്റങ്ങളുണ്ട്. തൊഴിലുറപ്പിലൂടെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ നരേന്ദ്രമോദിക്കുള്ള ഒരു അംഗീകാരമാണ് ഈ പാലക്കാടിലെ ഈ ജനസഞ്ചയം. അദ്ദേഹത്തിന്റെ ഗ്ലാമർ ഒന്നും കൂടെ കൂടിയിട്ടുണ്ടെന്ന് സംശയമുള്ളൂ. പാലക്കാടിന്റെ ചൂടായിരിക്കാം, പക്ഷേ ഗ്ലാമർ ബോയ് തന്നെയാണ് ഇപ്പോഴും. 73 എന്നുള്ളതല്ല, തിരിച്ച് നമുക്ക് 27 എന്ന് വിളിക്കാം. 27 വയസ്സേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്. ഇനിയും ഒരു 73 വർഷം കൂടെ നമ്മളെ ഭരിക്കട്ടെ. 73 അല്ലല്ലോ വിഷയം. അദ്ദേഹത്തിന്റെ ജോലി, അയാളുടെ കർമ്മപദമല്ല ഏറ്റവും മുഖ്യം. കണ്ടത് അത്രയൊക്കെ തന്നെയാണ്, പക്ഷെ കാഴ്ചയിലല്ല. അയാളുടെ കർമ്മപദത്തിനാണ് നമ്മൾ എപ്പോഴും അംഗീകാരം കൊടുക്കേണ്ടത്. സന്തോഷം കണ്ടത്. താമര വിരിഞ്ഞാലാണ് കേരളത്തിനുള്ള വികസനങ്ങൾ ഇവിടെ എത്തിച്ചേരുള്ളൂ. അല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരെ ഇവിടുന്ന് ജയിപ്പിച്ചയച്ചാൽ യാതൊരു ഗുണമില്ല നമുക്ക് കേരളത്തിന്. അപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. 7 മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. സപ്ലൈകോല് ഒരു സാധനവുമില്ല, അരി പരിപ്പ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളുമില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസ്സുകാരെയോ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് ഗുണമാണ് കേരളത്തിന് കിട്ടുക എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമല്ല. ഉറപ്പായിട്ട് പാലക്കാട് താമര ഉറപ്പായിട്ട് വിരിയും. ഒരെവിടെ നിന്നല്ല, സകലെവിടെയും ഒരുപാട് താമരകൾ വിരിയാനുള്ള ചാൻസ് ഉണ്ട്. പാലക്കാട് BJP ഗ്യാരണ്ടിയാണ്. മോദി ശക്തമാണ്. കൃഷ്ണകുമാർ ജി ജയിച്ചു. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പാലക്കാട് BJPയിലോട്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് മൊത്തം. പാലക്കാട് BJP പ്രാവശ്യം തൂത്തുവാരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. താമര തീർച്ചയായും വരും. ഇപ്രാവശ്യത്തെ ജനങ്ങളെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം സീറ്റ് ഉറപ്പാണ്. പാലക്കാട് എന്തായാലും താമര വിരിയും, അതൊരു സംശയം വേണ്ട. മോദി ഉള്ളതുകൊണ്ട് എന്തായാലും ഉറപ്പായും വിരിഞ്ഞിരിക്കും. നല്ല സന്തോഷമായി. കൃഷ്ണകുമാരേട്ടൻ ഉറപ്പായി മണ്ഡലം ജയിക്കുന്നുള്ളത്. പാലക്കാടിലെ കൃഷ്ണകുമാരേട്ടൻ ജയിച്ചു. മോദിജി വന്നതിൻ്റെ പുറത്ത് ഇനി യാതൊരു സംശയവും വേണ്ട, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം ജയിക്കും. കേരളത്തിൽ താമര വിരിയും, കൺഫേം, ഉറപ്പ്.